വാഴച്ചേട്ടന് മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നപ്പോഴേ ഞാൻ നേരെ അടിമാക്കണ്ണ് സമീറിനെ വിളിച്ച് വാഴച്ചേട്ടന് മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നപ്പോഴേ ഞാൻ നേരെ അടിമാക്കണ്ണ് സമീറിനെ വിളിച്ച് അത് സമീറ ഞാൻ നേരെ 2 കിലോ മട്ടൻ മേടിച്ചിട്ടുള്ളൂ അത് മേടിക്കുന്നത് കണ്ട് അതും കണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ടായിരുന്നു കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമ്മള് മുളക് പൊടി ആവശ്യമില്ല അത് നമ്മൾ മിക്സിയിലാവാൻ പോകുന്നത് അതായത് എരിവുള്ള മുളക് പൊടി പിന്നെ കാശ്മീരി എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണാണോ ടീസ്പൂണിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് കാശ്മീരി അല്ലെങ്കിൽ കട്ടിയിലാണ് കളറല്ല കണ്ടിട്ട് തിക്നെസ് ഉണ്ടാവില്ല നമ്മൾ പൊടി തിക്നെസ് വേണ്ടി മറ്റേ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പച്ചമുളക് മാറുന്നൊക്കെ പറയും മാറി കഴിഞ്ഞാൽ തക്കാളി സമയത്ത് വഴറ്റി ചെയ്യും നമ്മൾ ഇപ്പോൾ തക്കാളി അടിച്ച് യൂസ് ആക്കിയിട്ട് നമ്മൾ കറിക്ക് നല്ല തിക്നെസ് കിട്ടും കട്ടിയുണ്ടാവും കാരണം ഗ്രേവി നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിഞ്ഞ് പറഞ്ഞാൽ അടുത്ത പരിപാടി തുടങ്ങുന്നു ഇപ്പം എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങി നമുക്ക് ഇനി അടുത്ത പരിപാടി കുടംപുളി ചൂടാക്കിയത് വെള്ളം ആവശ്യമില്ല ഗ്രേവി എത്ര വേണം എത്ര വേണ്ടി വരും അങ്ങനെ കഴിച്ച് നമ്മളെ ഗ്യാസ് തീർന്ന് നമ്മൾ ഗ്യാസ് മാറ്റിയാണ് നമ്മള് മസാലയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ വെള്ളം ചൂടാക്കിയ വെള്ളം ഒഴിച്ച് സെറ്റായി എണ്ണ മുകളിൽ തെളിഞ്ഞു അപ്പം നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോൾ മീൻ ഇടുന്നതിന് മുന്നേ ഏതാ മീൻ എന്ന് പറയും മീൻ അടവ് അതൊക്കെ സ്രാവ് അതൊക്കെ വലിയ വലിയ മീനെ അറിയാം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഈ അടവ് പാരൊക്കെ ഏതാണ്ട് ഒരേമാതിരിക്കും അതിന് വീതി വെച്ച ബോർഡ് അനുസരിച്ച് ഈ അടവാ നമ്മൾ കരിവേപ്പില ഇതിന് മുമ്പ് ഉള്ളതായിരുന്നു കാരണം സമയത്ത് പക്ഷെ നമ്മൾ തരം കുഴപ്പമില്ല ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് സംഭവം സെറ്റ് അത് കഴിയുമ്പോൾ കുറച്ച് പച്ചവെള്ളത്തിന് അതിന് മുകളിൽ ഓഫാക്കാൻ ഒഴിക്കാം പരിപാടി കഴിക്കും